ഇന്ന് നമുക്ക് നല്ലൊരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ട് മുടി വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ച നെല്ലിക്കയാണ് കേട്ടോ. പച്ച നെല്ലിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. ഇത് മുടി വളർച്ചയ്ക്ക് വളരെ സഹായിക്കുന്ന ഒന്നാണ്. ഇത് പച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതും നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പച്ച നെല്ലിക്ക പൊളിച്ച് കുരുവൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളാക്കി നമുക്ക് എടുക്കണം കേട്ടോ. പിന്നെ ഈ പച്ചനെല്ലിക്ക മാത്രം പോരാ, നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നാളികേരം ചെരുകിയെടുക്കാം. അതുപോലെ തന്നെ ഈ പച്ചനെല്ലിക്ക പീസാക്കി നമുക്ക് മാറ്റിയെടുക്കാം. മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കില്ലേ? നല്ല തിക്കായിട്ട് ഇരിക്കാനും അതുപോലെ നല്ല ഗ്രോത്ത് ഉണ്ടാകാനും നല്ല സ്മൂത്തായിട്ട് സിൽക്കി ആയിട്ട് കിടക്കാനും വേണ്ടിയിട്ട് നമ്മൾ പലതരം ഹെയർ പാക്കുകളൊക്കെ നമ്മൾ ഇട്ട് നോക്കാറുണ്ട് അല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയർ പാക്ക് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ഒരു വലിയൊരു നെല്ലിക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കത് കുരു കളഞ്ഞെടുക്കാം. ഹെയർ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കും തോറും വളരെ നന്നായിട്ട് വരും കേട്ടോ. നമ്മുടെ ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോവേ അതുപോലെ തന്നെ ഊരിപ്പോവുകയൊക്കെ ചെയ്യും കേട്ടോ. ഒന്നാമത്തെ ഇത് വേനൽക്കാലമാണ്. ഈ ചൂടുകാലത്ത് നമുക്ക് നല്ല തലയ്ക്ക് നല്ല തണുപ്പ് തരുന്ന ഹെയർ പാക്കുകളൊക്കെ ഇടുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ് അല്ലേ? അത് കണ്ണിനും നല്ലൊരു സുഖമാണ്. അതുപോലെ നല്ല ഉറക്കത്തിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. നെല്ലിക്ക നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി കഴിഞ്ഞ് അരിഞ്ഞെടുക്കാം. അപ്പോൾ ധാരാളമായിട്ട് നമുക്ക് നെല്ലിക്കയൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. പച്ച നെല്ലിക്ക മാത്രമല്ല, ഉണക്ക നെല്ലിക്ക കൊണ്ടും നമുക്ക് പലതരം ഹെയർ പാക്കുകളൊക്കെ ഇടാനായിട്ട് പറ്റും. ഞാൻ ചെറിയ പീസുകളാക്കി കഴിഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നാളികേരം കൂടി ചെരുകിയിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി മിക്സിയിൽ അങ്ങോട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മളിതാ കുറച്ച് നാളികേരവും അതുപോലെ തന്നെ ഒരു നെല്ലിക്കയും കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ച് അത് അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ വൈറ്റ് നിറത്തിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് തലയിൽ തേക്കാനുള്ള ഹെയർ പാക്ക്. നമുക്ക് അരിച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ട് കഴിഞ്ഞ് ഇങ്ങനെ മുക്കിയിട്ട് നമ്മുടെ മുടി ഇങ്ങനെ വകഞ്ഞ് മാറ്റി നമുക്ക് ഈ തലയോട്ടിയിലൊക്കെ നല്ല രീതിക്ക് ഇത് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നാളികേരപ്പാലാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടെ നമുക്ക് പ്രത്യേകിച്ച് എണ്ണ എന്തെങ്കിലും പരത്തേണ്ടതായിട്ടില്ല കേട്ടോ. നമ്മൾ സാധാരണ ഹെയർ പാക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ആ വെളിച്ചെണ്ണ തന്നെ നമ്മൾ പരത്തി കൊടുക്കാറുണ്ട്. പക്ഷേ ഈ നാളികേരപ്പാലിന് എണ്ണമയമുള്ളത് കൊണ്ട് തന്നെ നമുക്കത് പ്രത്യേകിച്ചായിട്ട് ഇനി വേറെ പരത്തേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാ മുടി ഇഴകളുടെ ആ വേര് ഭാഗത്തും ഇത് നല്ല രീതിക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. തേച്ച് പിടിപ്പിച്ച് നമുക്ക് കൈ കൊണ്ടൊന്നും ഒരു മസാജൊക്കെ കൊടുത്ത് അതിന് ശേഷം കെട്ടിവെക്കാം. അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ വെക്കാൻ പറ്റുന്നവർക്ക് നല്ലതാണ്. ഇത് തന്നെയായിരുന്നു നമ്മൾ 20 മിനിറ്റെങ്കിലും നമ്മൾ ഇതൊന്ന് തലയിൽ വെക്കണം കേട്ടോ. അതിന് ശേഷം കുളിക്കുക. നല്ല എന്താ പറയുക, നല്ല സ്മൂത്തും സിൽക്കി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും നമുക്ക് കിട്ടുക. അതുമാത്രമല്ല നല്ല ഗ്രോത്തിൽ വളരും കേട്ടോ. നമ്മുടെ തലയിൽ മുടിയില്ലാത്തൊരു ഭാഗം പോലും ഉണ്ടാവില്ല. എവിടെയെങ്കിലുമൊക്കെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടോ ചിലർക്ക് അങ്ങനെ തീരെ തിക്കില്ലാതെ അവിടെ ഇവിടെയൊക്കെ തലയോട് കാണുന്ന തരത്തിലോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഹെയർ പാക്ക് നമ്മൾ ചെയ്ത് നോക്കിക്കോളും. ആഴ്ചയിൽ 2 ദിവസമൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നല്ല തണുപ്പാണ് വേനൽക്കാലത്ത്. നമുക്കിങ്ങനെ തലയ്ക്കൊക്കെ എന്താ പറയുക, നല്ല സുഖമാണ്. ഈ നെല്ലിക്ക ചേർത്തിട്ടുള്ള അതിൻ്റെ ജ്യൂസ് ഒക്കെ നമുക്ക് പുരട്ടുമ്പോൾ കിട്ടുക കേട്ടോ.
ഒന്നും നമുക്ക് കെമിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. പച്ചനെല്ലിക്കാണെങ്കിൽ ഇപ്പോൾ ധാരാളം വാങ്ങാനായിട്ട് നമുക്ക് കിട്ടൂലേ. എന്ത് കാര്യങ്ങളും നമ്മൾ തലേന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു 5 മിനിറ്റെങ്കിലും ഇരുന്ന് കഴിയുമ്പോൾ അറിയാൻ പറ്റും. 5 മിനിറ്റ് കഴിയുമ്പോൾ തുമ്മൽ അങ്ങനെയൊക്കെയുള്ള ചുമ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഇത് വച്ചിരിക്കാനായിട്ട് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ കഴുകിക്കളയണം കേട്ടോ. സാധാരണ രീതിക്ക് നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് അത് നമുക്ക് പിടിച്ച് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ആദ്യത്തെ ഒരു തവണ നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മളത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് ഇതൊരു പ്രശ്നമായിട്ടൊന്നും തോന്നില്ല കേട്ടോ. തലയിൽ മുഴുവൻ ഇതിങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. എല്ലാം കൂടി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും നന്നായി എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഈ മുടിയൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം. 20 മിനിറ്റിന് ശേഷം നമ്മൾ മുടിയൊക്കെ വാഷ് ചെയ്ത് ഇപ്പോൾ മുടിയൊക്കെ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സുഖമാണ്, നല്ല സ്മൂത്തായിട്ടാണ്, സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടാണ് ഹെയർ കിടക്കുക. അപ്പോൾ ഹെയർ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഹെയർ പാക്കുകളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ മുടിയൊക്കെ വാഷ് ചെയ്ത് നല്ല പോലെ ഉണക്കിയും കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. കൈവിരലുകളൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല സുഖമാണ് കേട്ടോ. കാരണം ഒട്ടും തന്നെ മുടി കെട്ടാതെയൊന്നും നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ ഇഴുകി പോകുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത്രയ്ക്ക് ഒരു സുഖമുണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഒരു കെമിക്കലുകളും ഇല്ലാതെയാണ് നമ്മൾ ഇന്നത്തെ ഹെയർ പാക്ക് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടുന്ന നാളികേരം, അതുപോലെ തന്നെ പച്ച നെല്ലിക്ക, ഇത് മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളൂ. വെറും 2 ചേരുവകൾ കൊണ്ടാണ് കേട്ടോ നമുക്ക് മുടിക്ക് നല്ല തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് നമ്മൾ ട്രൈ ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തലയ്ക്കോ തലമുടിക്കോ ഒന്നും യാതൊരു വക ദോഷങ്ങളും ഈ ഹെയർ പാക്ക് കൊണ്ട് ഉണ്ടായിരിക്കില്ല. മാത്രമല്ല നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ മുടി നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഹെയർ പാക്കുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം കേട്ടോ. കഴിയുന്നതും നമ്മൾ തലമുടിയിൽ ചേർക്കുന്ന സാധനങ്ങളൊക്കെ കെമിക്കലുകൾ ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് യാതൊരു വിലയും കൊടുക്കാതെ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ കഴിയുന്നതും പാക്കൊക്കെ ചെയ്തിട്ട് നോക്കാം. അതിൻ്റെ ഒരു റിസൾട്ട് നല്ലത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒന്നാമത്തെ ഇത് വേനൽക്കാലമാണ്, ആ ഒരു നല്ല തണുപ്പും സുഖവും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ. ഇനി പുതിയ മറ്റു പല ഹെയർ പാക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.